ഈ വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ്. ആദ്യമേ തന്നെ ടിബറ്റിൻ്റെ വിഷയം ഒന്ന് പറഞ്ഞു പോവാം. ടിബറ്റിൽ ദലായ് ലാമ 90 വയസ്സായി. ഹിമാചൽ പ്രദേശിൽ ധർമ്മശാലയിലാണ് അവരുടെ ഇപ്പോഴത്തെ ആസ്ഥാനം. അതായത് ചൈന ടിബറ്റിനെ കൈപ്പറ്റിയതിന് ശേഷം അവിടെ നിന്ന് എക്സൈലിൽ പുറത്തു വന്ന ടീമുകൾ കുറേ ഉണ്ട്. അതായത് ഈ ദലായ് ലാമയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര് അവിടെ നിന്ന് ഇന്ത്യയിലേക്കാണ് അഭയം തേടി വന്നത്. ആ സമയത്ത് ഇന്ത്യ അവരെ ഹിമാചൽ പ്രദേശിൽ ധർമ്മശാലയിലാണ് അവരെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടിബറ്റുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കാര്യാലയങ്ങൾ, അവരുടെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ, ടിബറ്റിൻ്റെ പല സ്ഥാപനങ്ങളും അവരുടെ ഭരണസ്ഥിര കേന്ദ്രങ്ങൾ വരെ ഇവിടെ ഹിമാചൽ പ്രദേശിലാണ് ഉള്ളത്. അപ്പം ആ രീതിയിൽ ഇന്ത്യക്കുള്ളിലാണ് അവർ ഒരു എക്സ്റ്റേണൽ ബോഡി ആയിട്ട് ഒരു സെപ്പറേറ്റ് ഗവൺമെൻറ്റായിട്ട് തന്നെ അവർ പ്രവർത്തിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. പൂർണ്ണ ഫ്രീഡത്തോടു കൂടിയാണ് അവർ ഇന്ത്യക്കുള്ളിൽ കഴിയുന്നത്. ഓക്കെ, അതൊരു സൈഡിലിരിക്കട്ടെ. ദലായ് ലാമയ്ക്ക് 90 വയസ്സാകുന്ന സാഹചര്യത്തിൽ പുള്ളി ഒരു സക്സസർ, അതായത് എൻ്റെ ഒരു കാലം കഴിഞ്ഞിട്ട് ഈ ദലായ് ലാമ പൊസിഷനിൽ വരേണ്ട ആളിനെ കുറിച്ചുള്ള തീരുമാനമെടുക്കണം. അപ്പോൾ അത് ആരായിരിക്കണം എന്നുള്ള രീതിയിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ചില നടപടിക്രമങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊസീഡിങ്സ് നടക്കുന്നതിൻ്റെ ഇടയിൽ ചൈന അതിന് എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ചൈന പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ പാടില്ല, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ റിബലുകളാണ്, യഥാർത്ഥത്തിലുള്ള ദലായ് ലാമ ഉണ്ടാവേണ്ടത് ചൈനയ്ക്കുള്ളിലുള്ള ടിബറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയങ്ങൾ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് ചൈന തീരുമാനിച്ചോളാം. അതായത് ഇപ്പോൾ നിലവിൽ ടിബറ്റിലുള്ള സിറ്റിസൺസ് ആരൊക്കെയാണോ അവരെയൊക്കെ ചൈനീസ് സിറ്റിസൺസ് ആയിട്ട് തന്നെ ചൈന കരുതിക്കൊണ്ട് ആ തീരുമാനം ദലായ് ലാമ ഇനി ഉണ്ടാവേണ്ടത് ചൈനയ്ക്കുള്ളിൽ നിന്നാണ് എന്നുള്ള നിലപാടാണ് ചൈനയുടേത്. പക്ഷേ ഇത് ആക്ച്വൽ ദലായ് ലാമ ചൈനയിൽ നിന്നും എക്സൈൽ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും ടിബറ്റിൻ്റെ ഉള്ളിൽ ഈ ദലായ് ലാമയ്ക്ക് നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. പല നിയമങ്ങളും പല കാര്യങ്ങളും പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം തന്നെ ഉപദേശിക്കപ്പെടുന്നത് ഇന്ത്യക്കുള്ളിലുള്ള ഹിമാചൽ പ്രദേശിൽ പ്രവർത്തിക്കുന്ന ഈ ധർമ്മശാലയിൽ നിന്നാണ്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഒരു തിരിച്ചടിയാകുന്ന ഒരു കേസ് കേട്ടാണ്. ചൈന ഈ വിഷയം കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവരെ വളരെ മോശമായി ബാധിക്കുന്ന ഒരു പ്രവൃത്തിയും കൂടിയാണ്. കാരണം അവർ ചെയ്തൊരു ഇല്ലീഗൽ ഒക്കുപ്പേഷനാണ് ഈ ടിബറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചൈന അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് ദലായ് ലാമ കുറച്ച് മറുപടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദലായ് ലാമ പറഞ്ഞിരിക്കുന്നത് ഇത് ദലായ് ലാമ എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല, എനിക്ക് പകരം ഇനി വേറൊരു വ്യക്തി വന്നാലും ആ വ്യക്തിയുമായിട്ടും ബന്ധപ്പെട്ട വിഷയമല്ല, ഇതൊരു ചെയിൻ ഓഫ് പ്രോസസ്സാണ്, ഇതിങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അതിലുപരിയായിട്ട് ഞാനെന്ന് പറഞ്ഞ വ്യക്തി, ഈ ദലായ് ലാമ എന്ന് പറഞ്ഞ വ്യക്തിക്ക് യാതൊരു വ്യക്തി പ്രാധാന്യം ഇവിടെ ഇല്ല. എൻ്റെ മെസ്സേജുകൾക്കാണ് പ്രാധാന്യം. ഞാൻ ഏത് രീതിയിലുള്ള മെസ്സേജുകളാണ് ഈ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്, ആ മെസ്സേജുകളിലൂടെ എന്താണ് ഞാൻ ജനങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ തീരുമാനിച്ചത്, ആ മെസ്സേജുകളിലൂടെ ഞാൻ ജനങ്ങളിലേക്ക് എന്ത് അറിവാണ് പകർന്ന് നൽകിയിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ എൻ്റെ വാക്കുകൾക്കാണ് പ്രാധാന്യം, എൻ്റെ വാക്കുകളാണ് ഇവിടെ നിലനിന്ന് പോകേണ്ടത്, അല്ലാതെ ഞാനല്ല എന്നുള്ളൊരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും പുള്ളി BBC-ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ചൈന ടിബറ്റ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം ഇപ്പം നടക്കുന്നുണ്ട്, ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട്. There is a lot of excitement not only in Dharamsala but all over the world where there are Buddhists and followers of His Holiness, and we are celebrating this occasion as the year of compassion and non-violence. Of course, there will be a big void in his absence, and even now we feel a little bit because he is not as active as before because of his age. But then the important thing that the people should learn is the message of the Buddha. When the Buddha was passing away and his followers surrounding him and weeping and crying, when you are gone, the light is gone, who is going to replace you? The Buddha said, when I am gone, my teaching is my representative. He did not appoint any one single individual as a representative. So, to be correct, we should, think about this, not just thinking about one person, but the universal message. And message will remain forever. ഇതിൻ്റെ അടുത്ത വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ ഏതാണ്ട് 2 കിലോമീറ്റർ നീളമുള്ള ഹമാസിൻ്റെ ടണൽ IDF ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റ് വെച്ചാൽ പൊട്ടിത്തെറിച്ചങ്ങ് പോയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇനി എത്ര പേര് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളൊന്നും വരുന്നില്ല. ഇന്നലെ ട്രംപ് എമർജൻസി ആയിട്ട് സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇറാനും ഇസ്രായേലും തമ്മിൽ എന്താണോ കാണിച്ചത് അതേ ഒരു സീൻ തന്നെയാണ് ട്രംപ് വീണ്ടും ക്രിയേറ്റ് ചെയ്തത്. മിഡ് നൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 60 days സീസ് ഫയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ സീസ് ഫയർ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടും ഗാസയ്ക്കുള്ളിൽ ആക്രമണം നടത്തി എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽ ജസീറ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആധികാരികത മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് വാർത്തകളൊന്നും വരുന്നില്ല. അതേപോലെ പാലസ്തീനിയൻ ക്രോണിക്കിളിൽ നിന്നും ഈ വാർത്ത കൺഫേം ചെയ്യപ്പെട്ടിട്ടില്ല. അൽ ജസീറയെ മാത്രം മുഖവിലേക്ക് എടുത്തുകൊണ്ട് നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല. അതാണ് സിറ്റുവേഷൻ.
പിന്നെ ഹമാസിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, വൈറ്റ് ഹൗസിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹമാസാണ് ഇതിൻ്റെ എല്ലാത്തിനും കാരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം, എന്നിട്ട് അവർ ഗാസ വിട്ട് ഒഴിഞ്ഞു പോകണം എന്നാണ് വൈറ്റ് ഹൗസിൻ്റെ സൈഡിൽ നിന്ന് പറയുന്നത്. പിന്നെ ഇതിലുപരിയായിട്ട് ട്രംപ് വലിയൊരു യൂ ടേൺ എന്ന് പറഞ്ഞാൽ ഉക്രൈൻ്റെ ഭാഗത്തു നിന്നാണ്. ഉക്രൈന് ആയുധങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചൊരു യൂ ടേൺ അടിച്ചിരിക്കുകയാണ്. ആ യൂ ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു യൂ ടേൺ ആണ്. ശരിക്കും പാട്രിയോട്ടിക് മിസൈൽസ് കൊടുക്കാമെന്ന് പറഞ്ഞു. PAC-3 എന്ന് പറയുന്നത് അതും ഇപ്പോൾ കൊടുക്കുന്നില്ല. 155 mm ആർട്ടിലറി ഷെൽസ് കൊടുക്കാമെന്ന് പറഞ്ഞു, അതും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ GMLRSന്റെ റോക്കറ്റ്സ് കൊടുക്കാമെന്ന് പറഞ്ഞ് അതും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രിങ്സ് അതേപോലെ കൊടുക്കുന്നില്ല. അതേപോലെ ഹെൽ ഫയർ മിസൈൽസും കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാം തന്നെ കൊടുക്കാതെ നിർത്തി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഉക്രൈനിൽ സെലൻസ്കിക്ക് ചെറുതായിട്ടൊരു വിഷമം വരുന്നുണ്ട്. കാരണം നാറ്റോയിൽ പങ്കെടുത്തിട്ട് മടങ്ങിയ ട്രംപ് ഇങ്ങനെയല്ല പറഞ്ഞിട്ട് പോയത്. എന്തായാലും ട്രംപിന്റെ യൂ ടേൺ സെലൻസ്കിക്ക് നല്ല വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയ സമയത്ത് ഞാനൊരു ചാർട്ട് വെക്കുന്നുണ്ട്. ആ ചാർട്ടിൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് 300-300+ ഡ്രോൺസ് ആണ് വിട്ടുകൊണ്ടിരുന്നത് ആവറേജ്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ഈ ചാർട്ട്. ഇങ്ങനെ നിങ്ങൾ മോളോട്ട് കയറി നിങ്ങൾ നോക്കൂ. ഏതാണ്ട് മെയ് മാസം ഏതാണ്ട് 4000 സംതിങ് ഡ്രോൺ വിട്ടിട്ടുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഏതാണ്ട് 5000 സംതിങ് ഡ്രോണാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉക്രൈനെ ടാർഗറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ പലതും ചോദിച്ചു കഴിഞ്ഞാൽ ഉക്രൈനിലെ സെലൻസ്കി പറയും ഞാൻ എല്ലാം ഇന്റർസെപ്റ്റ് ചെയ്തെന്ന് പറയും. അതിനുള്ള ഇന്റർസെപ്റ്റേഴ്സും അതിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ സെലൻസ്കിയുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പിന്നെ വീണ്ടും ആയുധം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ അമേരിക്കയിൽ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് അത് പാസ്സായിട്ടുണ്ട്. ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസ്സായതോടുകൂടി സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞൊരു 3 മാസങ്ങൾക്ക് ഒരു 3-4 മാസത്തേക്ക് വേണ്ടി നിർത്തിവെച്ചിരുന്ന US എയ്ഡ് പെർമനന്റ് ആയിട്ട് നിർത്തുകയാണ്. 5000-ലധികം NGO യൂണിയൻ ഗ്ലോബലി തന്നെ ഇനി പ്രവർത്തനരഹിതമാവും. അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്നത് ഏതാണ്ട് 1.4 മില്യൺ ജനങ്ങൾക്ക് ഇനി ഭക്ഷണം, മരുന്ന് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഒരു രീതിയിലുള്ള ഹെൽപ്പും USന്റെ ഭാഗത്തു നിന്ന് പോവില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഡെമോക്രറ്റുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. US ഡെമോക്രാറ്റിക് പാർട്ടി അവർ പറയുന്നത് ഇത് വളരെ ക്രൂരതയാണ്, പൈശാചികമാണ്, ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മാധ്യമങ്ങളെല്ലാം തന്നെ ഡെമോക്രാറ്റുകളുടെ സ്റ്റേറ്റ്മെന്റിനെ എടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം അവർ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു എയ്ഡ് നിർത്തിയത്, അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്താണ്, ഈ ഫണ്ട് തീവ്രവാദികൾക്ക് പോകുന്നു. അതായത് $100 US എയ്ഡ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ $10 മാത്രമേ യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തിക്ക് പോയി ചേരുന്നുള്ളൂ. ബാക്കി $90 തീവ്രവാദത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നു, മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ള കണ്ടെത്തലിൻ്റെ പേരിലാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല. റിപ്പോർട്ടെല്ലാം വളരെ ബ്ലൈൻഡായിട്ട് ട്രംപിനെതിരെ, അതായത് എന്തിന് US എയ്ഡ് നിർത്തി എന്നുള്ളതും അതിന് US എയ്ഡ് നിർത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് പല രീതിയിൽ ആർട്ടിക്കിൾസായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊന്നും ട്രംപ് കുലുങ്ങുന്നില്ല. നിർത്തിയത് തന്നെ ആ രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ BBB എന്ന് പറഞ്ഞ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് സെനറ്റിൽ പാസ്സായിരിക്കുകയാണ്. ഈ NGOകളെ ഇങ്ങനെ തടയുന്നത് കൊണ്ട് ജോർജ് സോറസിന്റെ ഫണ്ടിങ് സിസ്റ്റത്തിലും ചില തകരാറുകൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ജോർജ് സോറസും പല NGOകൾ ത്രൂ ഇന്ന വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് US നിന്നും NGOയുടെ ഫണ്ട് പറ്റിക്കൊണ്ടാണ് ജോർജ് സോറസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ആ ഫണ്ടും കൂടി ഇപ്പം നിർത്തിയിരിക്കുകയാണ്. ഈ 1.4 മില്യൺ ജനങ്ങൾ 2030 മരിക്കുമെന്നാണ് ഡെമോക്രറ്റുകളുടെ വാദം. അപ്പോൾ എന്താ വേറെ രാജ്യങ്ങളൊന്നും ഇല്ലേ സഹായിക്കാൻ? എത്ര വേറെ രാജ്യങ്ങളെ കിടപ്പുണ്ട്. ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരെയും US തന്നെ തീറ്റിപ്പോരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. US മാത്രമല്ലല്ലോ, പല രാജ്യങ്ങളുണ്ട്. അവരെല്ലാം കോൺട്രിബ്യൂഷൻ ചെയ്ത് ഈ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കേണ്ടതാണ്. അതിലുപരിയായിട്ട് US മാത്രം ചെയ്താൽ മതി എന്നൊക്കെ വിചാരിക്കുന്നതിൽ US മാത്രം ഈ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നമുള്ളത്. എന്നാലും ഇതിപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. പെർമനന്റ് ആയിട്ട് തന്നെ US എയ്ഡ് നിർത്തിയിരിക്കുകയാണ്. School, according to the military, and the army located a terror hideout and eliminated threats in joint ground and air operations. The tunnel was about 20 meters deep and was used by Hamas as a hideout for military preparations. The army says that in recent weeks, the armored brigade, in coordination with the Air Force, dismantled hundreds of military sites from both the ground and the air, locating weapons and eliminating dozens of terrorist gunmen. The IDF says it now holds most of the Gaza territory and has achieved goals set by the government. President Trump's decision to end Syrian sanctions follows his meeting in May in Saudi Arabia with Syrian leader al-Shara. The White House says that Washington's move was meant to show support for Syria to continue in a positive direction. And this is in an effort to promote and support the country's path to stability and peace. The order will remove sanctions on Syria while maintaining sanctions on the former President Assad, his associates, human rights abusers, drug traffickers, persons linked to chemical weapons activities, ISIS and their affiliates, and Iranian proxies. According to Israeli officials, Jerusalem and Damascus are forging a pact. ഇതുവരെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.